BRM ഷഫീർ, നിങ്ങൾ ഒരു സമരം നടത്തുന്നു, അത് കംപ്ലീറ്റ് ആകുന്നു. ആ സമയത്തേക്ക് ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്നൊന്നും പെട്ടെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം സർക്കാർ പറയുന്നത് ചെയ്യാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇനി പറയുന്ന ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമേ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഈ പഞ്ചാരക്കൊല്ലിയിൽ ഫെൻസിങ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട്, അടിക്കാട് വെട്ടുന്നതുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ നിലവിലുള്ള ഭീഷണിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വാർഡ് മെമ്പർ തന്നെ DFIക്ക് പരാതി നൽകിയിട്ടുണ്ട്. അത്തരം പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുക എന്ന് പറയുന്നൊരു കാര്യമില്ലേ? സർക്കാർ ബജറ്റിൽ നീക്കിവെക്കുന്ന പണം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയും സർക്കാർ ജോലിയും കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നതല്ലോ. ഞാൻ പുൽപ്പള്ളി, വയനാട്ടിലെ പുൽപ്പള്ളി പഞ്ചായത്തിലെ 2ാമത്തെ വാർഡ് വിട്ടിമൂലയിൽ ഉള്ള ഒരു സാധാരണക്കാരൻ ഈ ചർച്ച കണ്ടിട്ട് എനിക്ക് അയച്ച ഒരു മെസ്സേജാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഷിബു കൃഷ്ണൻ എന്നാണ്. ഇവിടെ നാട്ടുകാർ പിരിവെടുത്തിട്ടാണ് സാർ ഫെൻസിങ് പരിപാലിക്കുന്നത്, സർക്കാർ ക്യാഷ് തരാറേയില്ല. ഇത് വയനാട്ടിൽ ഈ ചർച്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ പോലും പറയുന്നു ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് പണം സർക്കാർ മുടക്കിയെന്ന് പറയുന്നു, ഞങ്ങൾക്ക് തരുന്നില്ല, നാട്ടുകാർ പണം എടുത്ത് ചെയ്യുന്നു. ഞാൻ ഇന്ന് വേറൊരു കണക്കെടുത്തുകൊണ്ടാണ് വന്നത്. നബാർഡ് 13.5 കോടി രൂപ ഏത് ഭാഗത്തേക്കെന്നറിയുമോ? 2023-24 കാലഘട്ടത്തിൽ മലയാറ്റൂർ, ചാലക്കുടി, വാഴച്ചാൽ വനം ഡിവിഷനുകൾ 3 വനം ഡിവിഷനുകൾക്കായി ഫെൻസിങ് നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 13.5 കോടി രൂപ നൽകി. ആ 13.5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഫെൻസിങ്ങിൻ്റെ ആദ്യ നടപടി എന്ന നിലയിൽ ഒന്ന് ടെൻഡർ വിളിക്കാൻ പോലും, ആ പണമൊന്ന് ചെലവഴിക്കാൻ പോലും ഇതുവരെയും ഒരു വനം വകുപ്പ് തയ്യാറായിട്ടില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദം പ്രതിപക്ഷത്തിനുണ്ടോ? ഇവിടെ ഒരു മഹാനിരുന്ന് പറയുന്നത് കേട്ടു, 1981 മുതൽ ഇതിന് ഉത്തരവാദികളാണ്. ആ വലിയ മഹാന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കമ്മ്യൂണിസം ഉണർന്നതാണ്. ഇവിടെ കർഷക പ്രതിനിധിയായിട്ട് വന്നിരുന്ന് എന്തും പറഞ്ഞു കോൺഗ്രസിന്റെ മുകളിൽ കുത്തിക്കയറി കളയാം എന്നൊന്നും വിചാരിക്കണ്ട. അദ്ദേഹത്തിന്റെ വിമർശനമൊക്കെ ഞാൻ കേട്ടതല്ലേ. അദ്ദേഹം CPM എന്നൊരു വാക്ക് ഇതിനകത്ത് പറഞ്ഞില്ല, എന്നാൽ കോൺഗ്രസ് എന്ന് എടുത്തെടുത്ത് പറയുകയും ചെയ്തു. ഇദ്ദേഹത്തിന് മന്ത്രിയെ സൂചിപ്പിക്കണമെങ്കിൽ, മനസ്സിലായില്ലേ, ഇദ്ദേഹത്തിന് നിങ്ങളുടെ അവിടുത്തെ മന്ത്രിയെ അങ്ങോട്ട് സുഖിപ്പിച്ച് നിങ്ങളുടെ സംഘടനയ്ക്ക് വല്ലാത്ത പേരെടുക്കണമെങ്കിൽ അത് അവരുടെ ചെലവിൽ മതി കേട്ടോ, ഞങ്ങളെ കുത്തിച്ചാരി വേണ്ട. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന കമ്മ്യൂണിസം കോൺഗ്രസിന്റെ അടിക്കണം. ഞങ്ങൾ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഞങ്ങളെ ഇവിടെ കഴിഞ്ഞ 10 കൊല്ലമായി ഭരണത്തിലില്ലാത്ത ഞങ്ങളെ, കഴിഞ്ഞ 10 കൊല്ലമായി ഭരണകൂടത്തിന്റെ ഭാഗമായി ഒരു രൂപ പോലും ചെലവഴിക്കാൻ വിധിക്കപ്പെടാത്ത ഞങ്ങളെ കുത്തണ്ട. ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങളുടെ മന്ത്രിമാരാണെങ്കിലും ഒരു സഹോദരി പകുതി തിന്ന നിലയിൽ കടുവ ഭക്ഷിച്ചിട്ട മൃതശരീരമെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ചിതയിൽ വെക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു വനമന്ത്രിയായിരുന്നു പ്രിയപ്പെട്ട കർഷക പ്രതിനിധിയായ വലിയ ബഹുമാനായ നേതാവേ, ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങളൊരു മന്ത്രിയായിരുന്നു കോഴിക്കോട് ബീച്ചിൽ പോയി ഫാഷൻ ഷോയിൽ പോയി തുള്ളി വിറച്ച് ഹിന്ദിയിൽ പാട്ട് പാടിയതെങ്കിൽ നിങ്ങളുടെയൊക്കെ നാവ്, നിങ്ങളുടെ തൊള്ളയ്ക്കകത്തുനിന്ന് ഈ ശബ്ദം പുറത്തു വരുമോ? നിങ്ങൾ ചാടി കുത്തില്ലേ? എന്തേ ഈ ചർച്ചയിൽ ഒരിടത്തും തന്നെ ഉൾപ്പെടെ കൊടുത്ത പണം ചെലവഴിച്ചിട്ടില്ല. 3611 അപേക്ഷകൾ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാർ, കൃഷിക്കാർ, പാവപ്പെട്ടവർ കൊടുത്ത അപേക്ഷകൾ വനവകുപ്പിൽ കെട്ടിക്കിടപ്പുണ്ട്. ഒരു നടപടിയില്ല. മറ്റു സംസ്ഥാനങ്ങൾ എടുക്കുന്ന പ്രിക്കോഷൻസുകൾ എടുക്കാൻ നടപടിയില്ല. വനം മന്ത്രി പോട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെയാണ്? വനം മന്ത്രി ഇന്ന് എവിടെ നിൽക്കേണ്ടത്? മാധു, വയനാട് ക്യാമ്പയിനാണ്. അല്ല, എന്റെ ചോദ്യം മാധുവിനോടാണ്. മാധുവിന്റെ രോഷം കണ്ടുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ. മാധു സജിയോട് ചോദിക്കുന്നു, ഇന്ന് ഈ വനം മന്ത്രി എന്ന് പറയുന്ന മഹാൻ നിൽക്കേണ്ടത് എവിടെയാ? വയനാട് നിൽക്കണം. എവിടെ നിൽക്കണം? ആ ചിതയിലേക്ക് എടുത്തു വെക്കുമ്പോൾ അവിടെ നിൽക്കണ്ടേ? ആ കുടുംബത്തെ ആശ്വസിപ്പിക്കണ്ടേ? അതിനെക്കുറിച്ച് ഈ മഹാൻ മിണ്ടിയോ? ഈ കർഷക പ്രതിനിധി എന്തിനാണ് അദ്ദേഹത്തെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? അല്ലല്ല, ഒരു മിനിറ്റ് ശ്രീ BRM ഷഫീർ, അല്ല, കോൺഗ്രസ് ഇന്നത് ചെയ്തില്ല എന്നല്ല പറഞ്ഞത്. ഈ കാലങ്ങളായി, ഒരൊറ്റ നിമിഷം, കാലങ്ങളായി ഞങ്ങളുടെ മന്ത്രിമാർ, വനം വകുപ്പ് മന്ത്രിമാർ ഇടപെടേണ്ടിടത്ത് ഇടപെട്ടിട്ടുണ്ട്, ചെയ്യേണ്ടത് അതൊക്കെ ഇപ്പൊ CPM പറയുന്നുണ്ട്. വയനാട്ടിലുള്ള പ്രശ്നം ഈ പറയുന്ന 2016 മുതൽ പൊട്ടിമുളച്ചതുമല്ല, 2080 മുതൽ പൊട്ടിമുളച്ചതുമല്ല, ഇത് കാലങ്ങളായുള്ള പ്രശ്നമാണ് അവിടെ. അപ്പൊ കാലങ്ങളായി മാറി മാറിയുള്ള സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരാളെ ഒരു കടുവ പിടിക്കും, രണ്ടാമതും കടുവ പിടിക്കും, 10 തവണ കടുവ പിടിച്ചാൽ അതിന് ഉത്തരവാദിയാരാ? ഞങ്ങൾ കോൺഗ്രസ്സുകാരാണോ?
ഒരു സർക്കാരിന്റെ കാലത്ത് ഒരു കോൺഗ്രസ് വിമർശനമായേക്കാൻ കേൾക്കൂ സാർ സംവിധാനമൊന്നുമല്ല കേട്ടോ. അങ്ങ് കേൾക്കൂ അത്ര വലിയ privilege ഒരു ഒന്നും അതിനുണ്ട്. കോൺഗ്രസിന്റെ പിന്നെ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്താണ് ഒരു കടുവ ഒരു മനുഷ്യനെ പിടിച്ചു, ശരി, സ്വാഭാവികമായി സംഭവിക്കാം. രണ്ടാമതും പിടിച്ചു, അത് സംഭവിക്കാം. 12ാമത്തെ തവണയും കടുവ ഇറങ്ങി മനുഷ്യനെ കടിച്ചു തിന്നു കഴിഞ്ഞിട്ട് പോയ ശേഷവും അത് രാഷ്ട്രീയമാണ്, നിങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിക്കരുത് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ശരി അല്ല ഞാൻ അത്ര പറഞ്ഞുള്ളൂ. ഒരു വളരെ സാധാരണക്കാരൊരു കർഷകന് കാലങ്ങളായി ആ ഒരു മിനിറ്റ് ശ്രീ ബി ആർ ഷഫീർ, അങ്ങനെ കാലങ്ങളായി അവിടെയുള്ള സർക്കാരുകളെ വിമർശിക്കാനുള്ള അധികാരവും ധാർമ്മിക അവകാശമൊക്കെ സാധാരണ വോട്ടർമാർക്ക് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒറ്റ മിനിറ്റേ ഉള്ളൂ, അങ്ങ് പൂർത്തിയായിരിക്കും. ശ്രീ ടി.സി. ജോസഫ്. ഒരു മിനിറ്റ് മാധു, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞെന്താണ്, ഒരു കടുവ ഒരു മനുഷ്യനെ പിടിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ നരഭോജിയാണ് തെളിയിക്കപ്പെടണമെങ്കിൽ അടുത്തയാളെ പിടിക്കണം, അത് തെറ്റാണെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. മറ്റൊന്ന് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യന് ഇവിടെ സംരക്ഷണം കൊടുക്കുന്നതിൽ ഒരുപാട് പരാജയം സംഭവിക്കപ്പെട്ടിട്ടുണ്ട്, കാലാകാലം സംഭവിക്കപ്പെട്ടിട്ടുണ്ട്. കൃഷി നഷ്ടത്തിന് യഥാർത്ഥ നഷ്ടപരിഹാരം കിട്ടുന്നില്ല. ഇത് ഞാൻ സൂചിപ്പിക്കപ്പെട്ടുള്ള മന്ത്രി അവിടെ പോയിട്ട് ഗീത വായിക്കുകയോ അല്ലെങ്കിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ന്യായീകരിച്ചിട്ടില്ല. പ്രിയ സുഹൃത്തെ, നിങ്ങൾ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനത് ന്യായീകരിച്ചിട്ടില്ല, ഞാൻ ആ വാക്ക് പറഞ്ഞിട്ടില്ല, മനസ്സിലാക്കണം. മറ്റെന്താ ഞാൻ പറഞ്ഞത്, ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ വർഷങ്ങളായി നിലവിളിക്കുന്നവരാണ്, ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? രാഷ്ട്രീയത്തിന്റെ ഇത്തരം പ്രസംഗം മാറ്റി എല്ലാവരോടും യോജിച്ചപ്പെടുന്ന ഞാൻ അഭ്യർത്ഥിച്ചത്. വാക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത്ര ക്ഷോഭിക്കേണ്ടതാണ്. ഒരു ജനതയ്ക്ക് സ്വാഭാവികമായും ഇത്രയും കാലം സംസ്ഥാനത്തുമൊക്കെ കോൺഗ്രസ് മാറി മാറി ഭരണത്തിലുണ്ടല്ലോ. ശരി, അപ്പോ അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള എനിക്ക് എന്റെ അറിവിൽ ഈ നിമിഷവും ശ്രീ ടി.സി. ജോസഫ് എന്ന് പറയുന്നത് ഒരു സാധാരണ കർഷക പ്രതിനിധിയാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് വിമർശനം ഉന്നയിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. മറിച്ചെങ്കിൽ എനിക്കതിൽ ഉത്തരവാദിത്വമില്ല.